ഉദ്ദേശം ക്ലിയർ ആയിരിക്കണം. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ. 2, ബറക്കത്തുള്ള പേരുണ്ടായിരിക്കണം. 3, ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കണം. മനസ്സറിഞ്ഞ് സംതൃപ്തിയോടുകൂടെ നൽകുന്ന ഭക്ഷണത്തെയാണ് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, പുതിയ കാലത്ത് കമ്മിറ്റി വന്ന് നമ്മളൊക്കെ കമ്മിറ്റിയിൽ വന്നപ്പോൾ എന്ത് തീരുമാനം എടുത്തു? എല്ലാ പെരേന്നും പള്ളികൾക്ക് ചിലവ് വേണം, അല്ലെങ്കിൽ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എന്താ ഉണ്ടായിച്ചാൽ, പണ്ടാറടക്കാൻ ഇനിയിപ്പോൾ നാളെ പള്ളിക്കല മൂലേരെ ചിലവാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ആ മനസ്സ് അട്ടിപ്പാത്രത്തിലുണ്ടാവും പണ്ടാറടക്കൽ. മനസ്സറിഞ്ഞ് സംതൃപ്തിയുള്ള ഭക്ഷണം മാത്രമാണ് കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കേണ്ടതും നമ്മൾ കഴിക്കേണ്ടതും. അതിനെയാണ് ത്വയ്യിബ് എന്ന് പറയുന്നത്. സാധാരണ പറയലുണ്ട്, സഹയ്യിൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും എന്ന്. സഹയ്യ് എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠനാണ്, ഭക്ഷണം കൊടുക്കാൻ താല്പര്യമാണ്. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും. ചില നാടുകളിലൊക്കെ ചെന്നാൽ ആൾക്കാർ പറയും, ഉസ്താദ് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഭക്ഷണം ഈ വീട്ടിലേക്കാർ അത് വിട്ട് കളിക്കൂല അറിയും. പള്ളം നിറച്ചും തിന്നവാണെങ്കിൽ കുറേ കെട്ടിക്കൊണ്ടുവരും ചെയ്യുക. കാരണം സഹയ്യൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടെന്നാണ്. അതാണ് മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഭക്ഷണം മാത്രമേ പറ്റുള്ളൂ. കല്യാണത്തിന് ചെന്നപ്പോൾ 2 പന്തലുണ്ട്. ഒന്ന് VIP-കൾക്കുള്ളത്, ഒന്ന് AIP-കൾക്കുള്ളത്. രണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം അത് അഭിമാനം നഷ്ടപ്പെടുത്തും. അഭിമാനം പോയാൽ പിന്നെ ഭക്ഷണം ത്വയ്യിബല്ലാതെയായി. അതുകൊണ്ട് സംതൃപ്തിയോടുകൂടെയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ, അതേ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവൂ, അല്ലാതെ ചെയ്യാൻ പാടില്ല. ഇതാണ് ബറക്കത്തിൻ്റെ 3ാമത്തെ മാനദണ്ഡം. ബറക്കത്തുണ്ടാവാൻ 4ാമത് ചെയ്യേണ്ട കാര്യം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ദുആൻ്റെ അത്രേ കുട്ടികൾക്ക് ഇജാബത്തുള്ള വേറെ ദുആ ഉണ്ടാവില്ല. നമ്മൾ ദോരക്കൽ വളരെ കുറവാണ്. ദോരക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക, അതിന് കുഴപ്പമില്ല. 1500 ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. 2001 എന്നാലും നമുക്ക് ദോരക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കൊടുക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദോരക്കാൻ അത്ര വലിയ ദുആ വേറെ ഇല്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ പറയുന്നുണ്ട്, ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഉമ്മ ദോരന്ന് അവസാനം സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്വപ്നത്തിൽ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മകൻ അല്ലാഹു തആല കാഴ്ച ശക്തി തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിക്കാൻ അവസരമുണ്ടായി. മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് 4000 ഉസ്താദുമാരെ കണ്ട് ഇൽമു പഠിക്കാൻ. നമുക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരില്ല. ഇപ്പം നമ്മളൊരാളെ വിളിച്ചിട്ട് ആരാ എൻ്റെ ഉസ്താദ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ലല്ലോ എന്ന് പറയും. അല്ല, 8ാം ക്ലാസ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, എന്നാളൊരു കുട്ടിനോട് ചോദിച്ചോ പറഞ്ഞു അതൊരു കണ്ണട വെച്ച ആളായിരുന്നു പറഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ ഉസ്താദന്മാർ. വേറെ കുട്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു താടിയുള്ള ആളായിരുന്നു. കൊറ്റനാടേക്കാരൻ താടിയുള്ള ആൾ. ഉസ്താദന്മാരെ പേരും നാടും ഊരൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനെ പറ്റുക? അതിനെ സംഗതി. നാളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയൊക്കെ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ, നിങ്ങൾ 6ാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഈ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്ന ഒരാളാണ് പറഞ്ഞു. തവള എന്തെങ്കിലും ഇക്കാരെന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയാൻ പറ്റും? നമുക്ക് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു സംഗതി വാപ്പാൻ അറിയണം, ഉമ്മാൻ അറിയണം, ഓൻ്റെ ഉസ്താദ് ആരാന്ന് അറിയണ്ടേ? അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. എന്തായാലും 4000 ഉസ്താദന്മാരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ഉമ്മാൻ്റെ ദുആണ് അതിൻ്റെ സംഗതി. അപ്പം മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ബറക്കത്തിൻ്റെ 4ാം മാനദണ്ഡം. ബറക്കത്തിൻ്റെ 5ാം മാനദണ്ഡം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. മുസ്ലിമായി ആളുകളായിരിക്കും. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ താരീഖിൽ പറയുന്നുണ്ട്, യൂസുഫ് നബിനോട് ഒരിക്കൽ നൈൽ നദിയുടെ ഒരു കരയിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം താമസിക്കുന്നത്. ഒരു ദിവസം മറുകരയിൽ താമസിക്കുന്ന ആളുകൾ വന്നിട്ട് യൂസുഫ് നബിനോട് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് താമസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ യൂസുഫ് നബി അവരോട് ചോദിച്ചു, എന്തിനാ അപ്പം ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് താമസിക്കണതെന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് പാർത്തിട്ട് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല പൈസ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കുറച്ചാൽ അവിടെ വന്നൊന്ന് താമസിച്ചാൽ അവിടെ ഇതേമാതിരി പൈസ ഉണ്ടാവും. എല്ലാവരും വീട് പണിയൊക്കെ തീരും, കടമൊക്കെ തീരും.
കച്ചവടങ്ങളൊക്കെ ഉഷാറാവും, അതുപോലെ കൃഷിയൊക്കെ വളരെ ഭംഗിയാവും, അങ്ങനെ എല്ലാവർക്കും പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് താമസിക്കുമോ എന്ന് ചോദിച്ചു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറ്. അങ്ങനെ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ പോയി താമസാക്കി. അവർ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് പൈസ ഉണ്ടായി, അക്കരമുള്ളവർക്കൊക്കെ പൈസ ഉണ്ടായി. കടഒക്കെ വീടി, പെരപ്പണിയൊക്കെ തീർന്ന്, കൃഷിയൊക്കെ ഉഷാറായി, കച്ചവടമൊക്കെ ജോറായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. തിരിച്ചു പോരുന്നതിന് മുമ്പ് സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം മരണപ്പെട്ടപ്പോൾ ഒരു തർക്കമുണ്ടായി. അക്കരമക്കാർ പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരനാണ്, ഞങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പറഞ്ഞു. ഇക്കരമക്കാർ പറഞ്ഞു, അമ്പിയാക്കൾ എവിടെ വഫാത്തായത് വെച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യണം എന്നാണ്, കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ തന്നെ അടക്കണം എന്ന് പറഞ്ഞു. അക്കരമെന്ന് വന്നവർ പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പറഞ്ഞു. ഇക്കരമക്കാർ പറഞ്ഞു, എന്നാൽ കൊണ്ടേക്കാണി കാണാലോ പറഞ്ഞു. അക്കരമത്തോർ പറഞ്ഞു, കൊണ്ടുപോകല്ലാതെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കരമുള്ളവർ പറഞ്ഞു, തൊട്ടാ വിവരം അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹത്തായക്കുത്തത്തിലും രണ്ട് കൂട്ടരും മയ്യത്തിന് ജനാസക്ക് വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. ഒരു നല്ല മനുഷ്യൻ, ബർക്കത്തുള്ളൊരു മനുഷ്യൻ മരിച്ചെടുക്കുക പറഞ്ഞാലും ഉഷാറന്നെയാണ്. അതാണ് ഓല് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത്. അവസാനം രണ്ട് നാട്ടിലെയും ഖാദിമാര്, ഹാക്കിമുകൾ, വിധികർത്താക്കന്മാർ, ജഡ്ജിമാര് യോഗം ചേർന്നിട്ടൊരു തീരുമാനം എടുത്തു. ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദീൻ്റെ നടുവിൽ മറവ് ചെയ്യുക, മണലും ചാക്ക് വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ പെട്ടിയിലാക്കി മറവ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാം എന്ന് തീരുമാനിച്ചിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നൈൽ നദിയിൽ പെട്ടിയിലാക്കി നടുവിലാണ് മറവ് ചെയ്തത്. കുറേ കാലം കഴിഞ്ഞ് അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അള്ളാഹു സ്വപ്നം മുഖേന വഹി അറിയിച്ചു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവിടുന്ന് എടുത്തിട്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ. അങ്ങനെ യൂസുഫ് നബിയുടെ ജനാസ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അവിടുന്ന് എടുത്ത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്തു. ഹറം ഇബ്രാഹിം എന്നാണ് അവിടേക്ക് പറയുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുള്ള വലിയ വിശാലമായ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയോട് ചേർന്നാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുള്ളത്. അവിടെ തന്നെയാണ് സയ്യിദുനാ യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെയും ഖബറുള്ളത്. അവിടെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുടെയും ഖബറുള്ളതൊക്കെ ഈ ഹറം ഇബ്രാഹിം എന്ന് പറയുന്ന പള്ളിയുടെ ഉള്ളിലാണ്. കുറച്ച് ഭാഗം ജൂതന്മാരെടുത്താണ്, കുറച്ച് ഭാഗം മുസ്ലിങ്ങളെടുത്താണ്. പുതിയ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ളൂ, പുതിയ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പഴയ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ, ഒരു നാടിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ട് മൺമറഞ്ഞു കിടക്കുന്ന ചില ആളുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ബറക്കത്തിൻ്റെ എല്ലാ വഴികളെയും നോക്കണം. കുടുംബത്തിൻ്റെ ബറക്കത്ത് വളരെ പ്രധാനമാണ്, ആയുസ്സിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്, ഇൽമിലെ ബറക്കത്ത് പ്രധാനമാണ്. മക്കളിലെ ബറക്കത്തിന് 5 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഉദ്ദേശം ക്ലിയറായിരിക്കണം, ബറക്കത്തുള്ള പേര് നൽകണം, ഹലാലും തയ്യുമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കണം, മാതാപിതാക്കൾ അവർക്ക് വേണ്ടി നന്നായിട്ട് ദുആ ചെയ്യണം, ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. അള്ളാഹു നാഫിയായ ഇൽമ നൽകട്ടെ. നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിൽ